Hi, I'm Shamir. Welcome back. Learn English through reading newspapers. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ആസാം ഏർജ്ഡ്. ഏർജ് എന്നാൽ അർത്ഥം ആവശ്യപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഉത്ബോധിപ്പിക്കുക, പ്രേരിപ്പിക്കുക ഒക്കെയാണ് അർത്ഥം. ഇവിടെ അഭ്യർത്ഥിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആസാം ഏർജ്ഡ്. ഇവിടെ ആസാം അഭ്യർത്ഥിച്ചു എന്നുള്ളതല്ല അർത്ഥം. ഇവിടെ ആസാമിനോട് അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് അർത്ഥം. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ വായിക്കണം. ആസാമിനോട് ആവശ്യപ്പെട്ടു എന്ന് വായിക്കണമെങ്കിൽ ആസാം വാസ് ഏർജ്ഡ്. ആസാമിനോട് ആവശ്യപ്പെട്ടു. ആസാം വാസ് ഏർജ്ഡ്. ആസാം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ടു ഹാൾട്ട്. ഹാൾട്ട് എന്നാൽ ഇവിടെ നിർത്തിവയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. ആസാം ഗവൺമെൻറ്റിനോട് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ഇവിക്ഷൻ ഓഫ് പീപ്പിൾ. ഇവിക്ഷൻ എന്നുള്ളത് അമേരിക്കൻ ഇംഗ്ലീഷാണ്, അമേരിക്കൻ പ്രൊനൗൺസിയേഷനാണ്. ഇവിക്ഷൻ എന്ന് വെച്ചാൽ ഒഴിപ്പിക്കൽ. ഇവിക്ഷൻ ഓഫ് പീപ്പിൾ, ജനങ്ങളെ ഒഴിപ്പിക്കൽ. ഫ്രം റിസർവ് ഫോറസ്റ്റ്. റിസർവ് ഫോറസ്റ്റ് എന്നാൽ സംരക്ഷിത വനം എന്നുള്ള അർത്ഥമാണ്. റിസർവ് വനത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നത് നിർത്തിവയ്ക്കാൻ അസം ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചു. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. ഓൾ ഇന്ത്യ യൂണിയൻ ഓഫ് ഫോറസ്റ്റ് വർക്കിംഗ് പീപ്പിൾ. അതിന് ചുരുക്കരൂപമാണ് AIUFWP. ഈ സംഘടന ഹാസ് ഏർജ്ഡ്, ആവശ്യപ്പെട്ടിട്ടുണ്ട്, അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദി ആസാം ഗവൺമെൻറ്, ആസാം ഗവൺമെൻറ്റിനോട്. ടു സ്റ്റോപ്പ്, നിർത്താൻ വേണ്ടി. ദ പ്ലാൻഡ് ഇവിക്ഷൻ. പ്ലാൻഡ് എന്നാൽ ആസൂത്രണം ചെയ്യപ്പെട്ട എന്നുള്ള അർത്ഥം. ആസൂത്രണം ചെയ്യപ്പെട്ട ഒഴിപ്പിക്കൽ. ഓഫ് വില്ലേജേഴ്സ്. വില്ലേജേഴ്സ് എന്നാൽ ഗ്രാമവാസികൾ. സെറ്റിൽഡ് ഇൻ. സെറ്റിൽ എന്നാൽ താമസമാക്കിയ. സെറ്റിൽഡ് ഇൻ, താമസമാക്കിയിട്ടുള്ള. ഇൻ നാഗോൺ ഡിസ്ട്രിക്ട്സ്, ലുതുമാരി. ഓൾ ഇന്ത്യൻ യൂണിയൻ ഓഫ് ഫോറസ്റ്റ് വർക്കിംഗ് പീപ്പിൾ. അസം സർക്കാരിനോട് നാഗാവ് ജില്ലയിലെ ലുതുമാരി പ്രദേശത്ത് താമസിക്കുന്ന ഗ്രാമവാസികളെ ഒഴിവാക്കാനുള്ള ആസൂത്രിത നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ലോങ് ജാപ്പ് റിസർവ് ഫോറസ്റ്റ് അണ്ടർ എ ബ്രിട്ടീഷ് എറ സിസ്റ്റം കോൾഡ് ടൗങ്ക്യ. എറ എന്നാൽ കാലം, യുഗം, ഇതൊക്കെയാണ് അർത്ഥം. അണ്ടർ എ ബ്രിട്ടീഷ് എറ സിസ്റ്റം, ഇതിനർത്ഥം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു സംവിധാനത്തിന് കീഴിൽ എന്നുള്ള അർത്ഥമാണ്. നാഗാവ് ജില്ലയിലെ ലുതുമാരി ലോങ് ജാപ്പ് റിസർവ് വനത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ടൗങ്ക്യ എന്നറിയപ്പെടുന്ന ഒരു സംവിധാനത്തിന് കീഴിൽ ഉള്ള ആളുകളാണ്. ആ ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടി നിർത്തിവയ്ക്കണം എന്ന് ആസാം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ദ ബ്രിട്ടീഷ് റൂളേഴ്സ്. റൂളേഴ്സ് എന്നാൽ ഭരണാധികാരികൾ. ദ ബ്രിട്ടീഷ് റൂളേഴ്സ്, ബ്രിട്ടീഷ് ഭരണാധികാരികൾ. ഇൻട്രൊഡ്യൂസ്ഡ്. ഇൻട്രൊഡ്യൂസ് എന്നാൽ ആരംഭിക്കുക, അവതരിപ്പിക്കുക, കൊണ്ടുവരിക, നടപ്പിലാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ബ്രിട്ടീഷ് ഭരണാധികാരികൾ കൊണ്ടുവന്നു. ദ ടൗങ്ക്യ സിസ്റ്റം. സിസ്റ്റം എന്നാൽ സംവിധാനം. ടൗങ്ക്യ സിസ്റ്റം, ടൗങ്ക്യ സംവിധാനം. കൊണ്ടുവന്നു എന്ന സംവിധാനം അവതരിപ്പിച്ചു. ഇൻ ഏസ്റ്റ്വൈൽ ബർമ. ഏസ്റ്റ്വൈൽ എന്നാൽ അർത്ഥം മുൻപത്തെ, പണ്ടുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ഏസ്റ്റ്വൈൽ ബർമ, അന്നത്തെ ബർമ എന്നാണ് അർത്ഥം. അതായത് ഇന്നത്തെ മ്യാൻമർ. ഇൻ ദ മധ്യകാലത്ത്, 1800കളുടെ മധ്യകാലത്ത്, അന്നത്തെ ബർമയിൽ, ഇന്നത്തെ മ്യാൻമർ. ഈ സ്ഥലത്ത് ടൗങ്ക്യ എന്ന സംവിധാനം അവതരിപ്പിച്ചു. ഈ സംവിധാനം കൊണ്ടുവന്നു. എന്തിനാണ് കൊണ്ടുവന്നത്? ടു റെഡ്യൂസ്. റെഡ്യൂസ് എന്നാൽ കുറയ്ക്കുക എന്നുള്ള അർത്ഥമാണ്, ചുരുക്കുക. റെഡ്യൂസ് ദ കോസ്റ്റ്. കോസ്റ്റ് എന്നാൽ ചിലവ്. ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ടിമ്പർ എക്സ്ട്രാക്ഷൻ. എക്സ്ട്രാക്ഷൻ എന്നാൽ അർത്ഥം പിഴിഞ്ഞെടുക്കൽ എന്നുള്ള അർത്ഥം. ഇവിടെ അർത്ഥം ടിമ്പർ എക്സ്ട്രാക്ഷൻ, അതായത് മരം വെട്ടലും തടി ശേഖരണവും, ഇതാണ് അർത്ഥമാക്കുന്നത്. ആൻഡ് റീഫോറസ്റ്റേഷൻ. റീഫോറസ്റ്റേഷൻ എന്നാൽ മരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. മരം വെട്ടലിനും വന പുനരുദ്ധാരണത്തിനും, അതായത് വനവൽക്കരണത്തിനും അതിനുമുള്ള ചിലവ് കുറയ്ക്കാൻ വേണ്ടി
ബ്രിട്ടീഷ് ഭരണാധികാരികൾ 1800കളുടെ മധ്യകാലത്ത് അന്നത്തെ ബർമയിൽ, അതായത് ഇന്നത്തെ മ്യാൻമറിൽ ടൗങ്ക്യ എന്ന സംവിധാനം കൊണ്ടുവന്നു. ഡിറൈവ്ഡ് ഫ്രം ബർമീസ് വേർഡ്സ്. ഡിറൈവ് എന്നാൽ ഉരുത്തിരിയുക എന്നുള്ള അർത്ഥമാണ്. ഡിറൈവ്ഡ് ഫ്രം ബർമീസ് വേർഡ്സ്. ബർമീസ് വേർഡാണ് ടങ്. ഇതിനർത്ഥം ഹിൽ എന്നുള്ള അർത്ഥമാണ്, കുന്ന്. ആൻഡ് യ എന്നുള്ള ഇതിനർത്ഥം ബർമീസ് ഭാഷയിൽ കൾട്ടിവേഷൻ എന്നുള്ള അർത്ഥമാണ്, കൃഷി. ബർമീസ് ഭാഷയിലെ ടൗങ് കുന്ന് എന്നും കൃഷി എന്നും അർത്ഥമുള്ള വാക്കുകളിൽ നിന്നാണ് ഈ ടൗങ്ക്യ എന്ന പദം ഉരുത്തിരിഞ്ഞത്. ഇറ്റ് ഡിസ്ക്രൈബ്സ്. ഡിസ്ക്രൈബ് എന്നുള്ള അർത്ഥം വിവരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇറ്റ് ഡിസ്ക്രൈബ്സ്. അത് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്, ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള വാക്ക് സൂചിപ്പിക്കുന്ന, ടൗങ്ക്യ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ദ പീപ്പിൾ, ജനങ്ങളെ, ആൻഡ് ദി അഗ്രോ ഫോറസ്ട്രി. അഗ്രോ ഫോറസ്ട്രി എന്നാൽ കാർഷിക വനവൽക്കരണം എന്നുള്ള അർത്ഥമാണ്. മെത്തേഡ് എന്നാൽ രീതി, കാർഷിക വനവൽക്കരണ രീതി, അതാണ് അഗ്രോ ഫോറസ്ട്രി മെത്തേഡ്. ദ പ്രാക്ടീസ് എന്നാൽ അത് പിന്തുടരുന്ന ആളുകൾ എന്നുള്ള അർത്ഥമാണ്. ഈ വനവൽക്കരണ രീതി പിന്തുടരുന്ന ആളുകൾ. ബൈ ഗ്രോയിങ്. ഗ്രോ എന്നാൽ കൃഷി ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. കൃഷി ചെയ്തുകൊണ്ട് അത് പിന്തുടരുന്ന, അതാണ് അർത്ഥം. പ്രാക്ടീസ് ബൈ ഗ്രോയിങ് ഫുഡ് ക്രോപ്പ് അലോങ് സൈഡ്. ഫുഡ് ക്രോപ്സ് എന്നാൽ ഭക്ഷ്യവിളകൾ, ക്രോപ്സ് എന്നാൽ വിളകൾ, അലോങ് സൈഡ് എന്നാൽ കൂടെ എന്നുള്ള അർത്ഥമാണ്. സാപ്ലിങ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ട്രീസ്. സാപ്ലിംഗ് എന്നാൽ തൈകൾ, സാപ്ലിങ്സ് തൈകൾ ഓഫ് കൊമേഴ്ഷ്യൽ ട്രീസ്. കൊമേഴ്ഷ്യൽ എന്നാൽ വാണിജ്യപരമായ എന്നുള്ള അർത്ഥമാണ്, വാണിജ്യ സംബന്ധമായ. പ്രൈമറിലി എന്നാൽ പ്രധാനമായും. പ്രൈമറിലി ടീക്ക്, പ്രധാനമായും തേക്ക് വൃക്ഷം. ബർമീസ് ഭാഷയിലെ ടൗങ് കുന്ന് എന്നും എന്ന വാക്ക് കൃഷി എന്നും അർത്ഥമുള്ള ഈ വാക്കുകളിൽ നിന്നാണ് ടൗങ്ക്യ എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത്. വാണിജ്യാവശ്യങ്ങൾക്കായി വളർത്തുന്ന മരങ്ങളുടെ, പ്രധാനമായും തേക്കിൻ്റെ തൈകൾക്കൊപ്പം ഭക്ഷ്യവിളകളും കൃഷി ചെയ്യുന്ന കാർഷിക വനവൽക്കരണ അഗ്രോ ഫോറസ്ട്രി രീതിയും അത് പിന്തുടരുന്ന ആളുകളെയും ഈ പദം സൂചിപ്പിക്കുന്നു. ഇൻ എ ലെറ്റർ ടു ആസാംസ് ചീഫ് സെക്രട്ടറി ഓൺ ജൂൺ 17. ജൂൺ 17 അസമിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ദി AIUFWP, മുമ്പ് പറഞ്ഞിട്ടുള്ള ഓൾ ഇന്ത്യൻ യൂണിയൻ ഓഫ് ഫോറസ്റ്റ് വർക്കിംഗ് പീപ്പിൾ, പറഞ്ഞു, ഈ അയച്ച കത്തിൽ എഴുതി. ദ റെസിഡൻസ് ഓഫ് 4 ടൗങ്ക്യ വില്ലേജ് ഇൻ ദ റിസർവ് ഫോറസ്റ്റ്. 4 ടൗങ്ക്യ ഗ്രാമങ്ങളിലെ താമസക്കാരെ, അവരെ കനോട്ട് ബി ട്രീറ്റഡ്. ട്രീറ്റ് എന്നാൽ ഇവിടെ അർത്ഥം പരിഗണിക്കുക എന്നുള്ള അർത്ഥമാണ്. കനോട്ട് ബി ട്രീറ്റഡ്, അവരെ പരിഗണിക്കാൻ സാധിക്കുകയില്ല. ആസ് ഓർഡിനറി ഇൻക്രോച്ചേഴ്സ് ഓൺ ഫോറസ്റ്റ് ലാൻഡ്. ഇൻക്രോച്ചർ എന്നാൽ അതിക്രമിച്ച് കടക്കുക എന്നുള്ള അർത്ഥമാണ്. ഇൻക്രോച്ചേഴ്സ് അതിക്രമിച്ച് കടക്കുന്നവർ. ഓർഡിനറി ഇൻക്രോച്ചേഴ്സ് എന്നാൽ സാധാരണ അനധികൃത കയ്യേറ്റക്കാർ എന്നുള്ള അർത്ഥമാണ്. ഓൺ ഫോറസ്റ്റ് ലാൻഡ് എന്നാൽ വനഭൂമിയിൽ. ജൂൺ 17 അസമിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറഞ്ഞു, റിസർവ് വനത്തിൽ 4 ടൗങ്ക്യ ഗ്രാമങ്ങളിലെ താമസക്കാരെ വനഭൂമി കയ്യേറിയ സാധാരണ അനധികൃത അധിനിവേശക്കാരായിട്ട് കണക്കാക്കാനോ പരിഗണിക്കാനോ കഴിയില്ലെന്ന് ഈ സംഘടന AIUFWP വ്യക്തമാക്കി. ഇറ്റ് പോയിൻറ്റഡ് ഔട്ട്, അത് ചൂണ്ടിക്കാട്ടി. ഇവിക്റ്റിം ദം. ഇവിക്റ്റ് എന്നാൽ ഇറക്കി വിടുക, ഒഴിപ്പിക്കുക, അവരെ ഇറക്കി വിടൽ. ഇവിക്റ്റിം ദം, അവരെ ഇറക്കി വിടൽ. വുഡ് ഗോ അഗെയിൻസ്റ്റ്, ഇതിനർത്ഥം വിരുദ്ധമായിരിക്കും എന്നുള്ള അർത്ഥമാണ്. ചട്ടലംഘനമായിരിക്കും, ലംഘനമായിരിക്കും. വുഡ് ഗോ അഗെയിൻസ്റ്റ് ദ സ്കെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്. ഡ്വെല്ലർ എന്നാൽ നിവാസി എന്നുള്ള അർത്ഥമാണ്. ഡ്വെല്ലേഴ്സ് എന്നാൽ നിവാസികൾ. ട്രഡീഷണൽ എന്നാൽ പരമ്പരാഗതമായ. അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്, മറ്റ് പരമ്പരാഗത വനവാസികൾ, ഇതാണ് അർത്ഥം. റെക്കഗ്നിഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഓഫ് 2006. റെക്കഗ്നിഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006, വനാവകാശങ്ങൾ അംഗീകരിക്കുന്ന നിയമം, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്. അവരെ ഒഴിപ്പിക്കുന്നത് 2006 പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനവാസികളുടെയും വനാവകാശങ്ങൾ അംഗീകരിക്കുന്ന നിയമത്തിന്
എതിരാണ് 2026 ഫോറസ്റ്റ് റൈറ്റ്സിന് വിരുദ്ധമായിരിക്കുമെന്ന് ആ കത്തിൽ എഴുതി. കോപ്പീസ് കത്തിൻ്റെ പകർപ്പുകൾ. കോപ്പീസ് ഓഫ് ദ ലെറ്റർ കത്തിൻ്റെ പകർപ്പുകൾ വേർ സെൻറ്റ് അയക്കപ്പെട്ടു ടു ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് പ്രൈം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു. ദ ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രി ഗോത്രകാര്യ മന്ത്രാലയം എന്നാണ് അർത്ഥം, അങ്ങോട്ടേക്കും അയച്ചു. ആൻഡ് അതർ റെലവൻറ്റ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. മിനിസ്ട്രി എന്നാൽ മന്ത്രാലയം എന്നുള്ള അർത്ഥം. മിനിസ്ട്രീസ് എന്നാൽ മന്ത്രാലയങ്ങൾ. റെലവൻറ്റ് എന്നാൽ ബന്ധപ്പെട്ട. ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നാൽ വകുപ്പുകൾ. കത്തിൻ്റെ പകർപ്പുകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഗോത്രകാര്യ മന്ത്രാലയത്തിലേക്കും ബന്ധപ്പെട്ട മറ്റ് മന്ത്രാലയങ്ങളിലേക്കും വകുപ്പുകളിലേക്കും അയക്കപ്പെട്ടു. അങ്ങോട്ടേക്ക് ആ കത്തിൻ്റെ പകർപ്പുകൾ അയച്ചു.